ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് മുത്തുമണികളെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, നമുക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷമല്ല, വലിയ വിശേഷം തന്നെയാണ് കേട്ടോ. എത്ര വെട്ടി ചെറുതാക്കിയിട്ട് ഒരു 19 മിനിറ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടോക്കി പറ്റണമല്ലോ കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഇതാക്കണ രാവിലെ മദ്രസക്ക് പോകാൻ തുടങ്ങിയിരിക്കണം കേട്ടോ. അങ്ങനെ മക്കളെയൊക്കെ മദ്രസക്ക് പറഞ്ഞയച്ചിട്ട് നമ്മൾ ഇതാക്കണ അടുക്കളയിലേക്കാണ് കയറിയിരിക്കണം കേട്ടോ. അപ്പം ഓർക്ക് കൊടുക്കാൻ വേണ്ടി 2 ഗ്ലാസ് ചായ ആദ്യം വെക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ഓലെ പറഞ്ഞയച്ചിട്ട് ബാക്കിയുള്ളത് അങ്ങോട്ട് വെക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പം മുഖത്തൊരു കുയിന്തല്ല മാതിരി ഉണ്ടല്ലേ. അപ്പം ഒരു ചെറിയൊന്നും ഇല്ലല്ലേ മുഖത്ത്. വീഡിയോ എടുക്കുമ്പോൾ എന്തൊക്കെയോ ഒരു അയലിൽ അങ്ങനെ വീഡിയോ എടുക്കണതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു കുയിന്തും ഇല്ല കേട്ടോ. അപ്പം ഇങ്ങനെ മോറിച്ചെന്നെ കണ്ടപ്പോൾ ഒരു കുയിന്തല്ല മാതിരി. അപ്പം നിങ്ങളും വിചാരിച്ചു വെച്ച് ഭയങ്കര കുയിന്താണ് എന്നുള്ളത്. ഒരു കുയിന്തും ഇല്ല കേട്ടോ. കുയിന്തിൻ്റെ മാതിരി തോന്നുകയാണ്. അത് നേരം വെളുക്കുമ്പോൾ തന്നെ ഇങ്ങനെ നീച്ച് വരുമ്പം ഇനിയിപ്പോൾ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണ്ടേ എന്നില്ല ഒരു ഇതൊക്കെയാണ് നമ്മളെ മുഖത്ത്. അപ്പോൾ ആരും തെറ്റിദ്ധരിച്ചൊന്നും വേണ്ട കേട്ടോ. കുയിന്തൊന്നുമില്ലേ. അപ്പോൾ അതാ ഇന്ന് നമ്മൾക്ക് ചായക്കടി ഉണ്ടാക്കണതേ. അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനേ മാവ് അരച്ച ചീനിയല്ലോ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ലേ, ഇന്നല്ല മിഞ്ഞാന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ മാവ് എന്തായിക്കണെന്നൊക്കെ നമുക്ക് കാണാമെന്നുള്ളത്. പടച്ച തമ്പുരാനെ അൽഹംദുലില്ലാ കഴിച്ചിലായി എന്ന് പറയാലോ. പിന്നെ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിക്കണം കേട്ടോ. ഞാൻ വിചാരിച്ചിനി മാവൊന്നും പൊന്തി വരൂല എന്നുള്ളത്. അപ്പോൾ ഉസാറായിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം, കുറച്ച് ഉപ്പൊക്കെ ഇട്ടുകാണ്ട്. പിന്നെയും ഇങ്ങനെ നോക്ക് തന്നെയാണ് അപ്പം നന്നാവൂലേ എന്നൊക്കെ കേട്ടോ. ഏതായാലും ഞാനത് അവിടെ മൂടി വെച്ചിക്കണേ. ഇനി നമുക്ക് അതിക്കില്ലേ പിന്നെ തൊട്ട് കൂട്ടാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം അതാണ്ട് എടുക്കട്ടെ. കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് ലാസ്റ്റ് ചൂടാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പം നമ്മളിന്ന് പിന്നെ കുറച്ച് ചട്ടിനി ഉണ്ടാക്കുന്നുണ്ട്, കുറച്ച് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടില്ല ചമ്മന്തി ഉണ്ടല്ലോ, അതും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചായക്ക് വെച്ച വെള്ളം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ തിളച്ച് വന്നപ്പോൾ പഞ്ചാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. തുടർന്നും നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ. നമ്മൾ സ്ഥിരം കാണുന്ന കുറച്ച് കൂട്ടുകാരുണ്ട് കേട്ടോ മക്കളെ. അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. കാരണം നമ്മളെ ഈ ബടായി കേൾക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണോലുണ്ടല്ലോ. ചിലപ്പോൾ യാദൃശികമായിട്ട് വരുന്നവരും ഉണ്ടാകും. അപ്പോൾ പിന്നെ ഓരും യാദൃശികമായിട്ട് വരുന്നവർ അവിടെ സ്ഥിരം വീഡിയോ കാണാൻ വേണ്ടി ശ്രമിച്ചാട്ടോ. കജണതും ഞാൻ കുറച്ചാണ് ഇടൽ. പക്ഷേങ്കിൽ ഇന്നിപ്പോൾ എത്ര വെട്ടി കുറച്ചിട്ടും ആണ്ട് കുറയണന്നല്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഉണ്ടാവില്ല. ഇത് ഞാനാണെങ്കിൽ നേരം വെളുക്കുമ്പോൾ മെനക്കെട്ട് എടുക്കണതല്ലേ. അപ്പോൾ പിന്നെ അത് മുഴുവനും വെട്ടി ചെറുതാക്കി കഴിഞ്ഞാൽ പിന്നെ ഇച്ചൊരു പൊറുതിയാടല്ലേ ഈ കാരം. അതൊക്കെ വെട്ടി ചെറുതാക്കിയില്ലേ എന്നുള്ളത് പിന്നെ എടുക്കുമ്പോൾ തന്നെ നോക്കണം അല്ലേ. ഇനിയിപ്പോൾ ഏതായാലും ഞാൻ നോക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഏതായാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണി. അല്ല അപ്പം ഞാൻ പറയണത് ചായപ്പൊടി പഞ്ചാര ഇട്ടുകാണ്ടേ ഞാനൊരു കുറച്ച് ചായ ഞാൻ മുക്കി വെച്ചിരിക്കണം കേട്ടോ. ഇച്ച് കുടിച്ചാനേ ഞാൻ എപ്പോഴും പറയണതാണ്, നേരം വെളുക്കുമ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായ പള്ളിയിലാണ്ട് എത്തിക്കഴിഞ്ഞാൽ ഒരു സുഖമാണ് എന്നിട്ടാ. അപ്പോൾ അതാ ഞാൻ എന്താട്ടിന്നറിയാം, കുറച്ച് ജീരുള്ളിയാണ് എടുക്കുന്നത് കേട്ടോ. ചെറിയ ഉള്ളിയും തക്കാളിയൊക്കെ എടുത്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ചിലവർ വല്ലുള്ളിയൊക്കെ ഇട്ടുകൊണ്ട് ഉണ്ടാക്കും. ഞാൻ ചെറിയ ഉള്ളിയാട്ടോ ഉണ്ടാക്കുന്നത്. ചെറിയ ഉള്ളിനോട് ഉണ്ടാക്കിയാലാണ് കുറച്ചുകൂടി രസം തോന്നണേ. അപ്പോൾ ഏതായാലും ഞാൻ പഞ്ചായത്ത് ചെറിയ ഉള്ളി ഉണ്ടായപ്പോൾ ഞാൻ അതിനോടാണ് ഉണ്ടാക്കണത്. ഇനി വലിയുള്ളി കൊണ്ട് നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ ഒരു അപ്പത്തേക്ക് ഇത് മാത്രം മതി കേട്ടോ. ഈ ഒരു ചമ്മന്തി പിന്നെ എൻ്റെ കുട്ടികൾക്ക് പറ്റൂല എന്ന് എഴുതി കണ്ടാണ് ഞാൻ കുറച്ച് ചട്ടിനിയും കൂടി ഉണ്ടാക്കണത് കേട്ടോ. ചിലപ്പോൾ നേരം വെളുക്കുമ്പോൾ തന്നെ ഒരു നൊടിച്ചിലുണ്ടാവുമേ പറ്റാത്ത സാധനം കാണുമ്പോഴേ. അതെല്ലാവർക്കും അങ്ങനെ തന്നെ. നമ്മൾ ചെറുതാകുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല ഇനി കേട്ടോ. എൻ്റെ അനുസരിച്ച് ഭയങ്കര പിരാന്തേനി. അതാണെങ്കിലോ നേരം വെളുക്കുമ്പോൾ നീച്ചാണ് വരുമ്പം എന്നും ഒരു ഗോതമ്പ് ചോറ് കഴിക്കാറാം. അതിങ്ങോട്ട് കാണുമ്പോൾ തന്നെ എന്നെ നട്ടപ്പിരാന്ത് തരൂലേ. അപ്പോൾ ഓക്ക് ഭയങ്കര പിരാന്തേനി കേട്ടോ. പക്ഷെ നമ്മൾക്ക് എന്തിട്ടാലും നമ്മൾ തിന്നീനി കേട്ടോ. ഇങ്ങോട്ട് കടിച്ചാത്ത എന്തിട്ടാലും നമ്മൾ തിന്നും. ഞാനൊരു പാവേനി കേട്ടോ. ഞാനൊരു പാവേനി എന്നില്ല ഞാൻ തന്നെ പറയല്ലേ, എല്ലാവരും പറയട്ടോ ഓളൊരു പാവേനീന്ന്. അപ്പം നിങ്ങൾക്ക് ഞാൻ കണ്ടിട്ട് തോന്നുന്നില്ല പാവാണെന്നുള്ളത്. അപ്പോൾ ഏതായാലും അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടേ എന്നതാക്കണേ എന്താട്ടീന്നറിയോ, നമുക്ക് ഇതുണ്ടാക്കണ്ടേ നമ്മൾ ചമ്മന്തി. അതിന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞിട്ട് കടുക് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇനി കടുക് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് എന്താട്ടണം, കുറച്ച് ഉഴുന്ന് പരിപ്പില്ലേ അതിട്ട് കൊടുക്കണം കേട്ടോ. അതും ഇട്ട് കൊടുത്തിട്ട്
നമുക്ക് എന്താട്ടാ അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് നമ്മളെ ജീരുള്ളി ഉണ്ടല്ലോ അതും 2 പോണ വെളുത്തുള്ളിയും പാടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു പ്രത്യേക രസമാണ് കേട്ടോ. ഇതും കൂട്ടി അപ്പം തിന്നാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇത് ചിലവരൊക്കെ ഉണ്ടാക്കലുണ്ടാകും, എന്നാലും ഞാനൊന്ന് പറയാമെന്ന് മാത്രം. പിന്നെ ഒരു പൊടിക്ക് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഇട്ടെടുത്ത് ഇവിടെ നല്ലോണം ഒന്ന് വാടി കിട്ടാനും വേണ്ടി ഒന്ന് ഇളക്കി 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 നമുക്ക് ഇതാക്കി കൊടുക്കുക. ഇങ്ങേക്ക് തക്കാളി ഇടണം, വറ്റൽമുളക് ഇടണം കേട്ടോ. വറ്റൽമുളക് ഇല്ലെങ്കിൽ നമ്മൾ മുളകും പൊടി ഇട്ടാലും വേണ്ടില്ല കേട്ടോ, ഒരു കുഴപ്പമില്ല. നമുക്ക് എന്താട്ടാ തേങ്ങ ചിരണ്ടിയെടുക്കണം. അപ്പം ഓരോന്നും പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കലാണ് കേട്ടോ. അപ്പം അങ്ങനെ അതാ ആ ഉള്ളിയൊക്കെ ഏതായാലും ഒന്ന് വാടി വരട്ടെ. പിന്നെ അപ്പത്തിന് നമുക്ക് ഒരു മുറി തേങ്ങ മാത്രം മതി കേട്ടോ, കുറേ ഉണ്ടാക്കണ്ട. ചിലപ്പോൾ ഇതന്നെ മതിയാവും, ഈ ചമ്മന്തി തന്നെ മതിയാവും. പിന്നെ എന്താണെന്നറിയാം, ചിലപ്പം പറ്റൂലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. ചിലപ്പോൾ പറ്റാത്ത സാധനം കാണുമ്പം ഒരു തലയും മാതി നൂലുവെച്ചിന് സ്വഭാവം ഉണ്ട് എൻ്റെ മക്കൾക്ക്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ തേങ്ങ ചിരണ്ടി വെച്ചിരിക്കണം കേട്ടോ. അപ്പം തേങ്ങ ചിരണ്ടണീൻ്റെ ഇടയിൽ തേങ്ങ കൊട്ടയഞ്ഞു കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പമായിട്ടോ. ഒന്നും കൂടി അങ്ങനെ ചിരണ്ടല്ലോ, അത് കത്തി കൊണ്ട് ഇങ്ങനെ ഒന്നിങ്ങനെ ഇതാക്കി കൊടുത്താൽ മതിയേ. അപ്പം വേഗം അരിഞ്ഞിട്ടും ചെയ്തു, കുറച്ച് ചെറുതാക്കി അരിഞ്ഞു കൊടുക്കണം, അതാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ അതാ ഞാൻ തേങ്ങയൊക്കെ അരിഞ്ഞു. പിന്നെ ചട്ടിനി ഉണ്ടാക്കുമ്പോഴും വേണം ഒരു 2 പോണ ചെറിയ ഉള്ളി. ഞാൻ വെളുത്തുള്ളി ഇടലില്ല കേട്ടോ, വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ ഒരു കുത്തലല്ല ചട്ടിനിക്ക്. അപ്പോൾ ഞാൻ എന്താ ജീരുള്ളി മാത്രം എടുക്കലുള്ളൂ. അങ്ങനെ ജീരുള്ളിയൊക്കെ തോലൊഴിച്ചു. ഇനി പച്ചമുളകും എടുക്കണം നമുക്ക്, തക്കാളിയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കണം കേട്ടോ. നമുക്ക് നമ്മളെ ഉള്ളിക്ക് ഇട്ടിട്ട് കൊടുക്കാൻ അങ്ങനെ ഇതാക്കണ്. പച്ചമുളകൊക്കെ ഒന്ന് കേകി കൊണ്ടുവന്ന് വെച്ചിരിക്കണം, നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 2 അറ്റ എടുത്തുക്കണേ. അപ്പോൾ അങ്ങനെ അതാ നോക്കുമ്പോൾ അതാ നമ്മളെ ഉള്ളിയൊക്കെ വാടി വന്നപ്പം ഒരു തക്കാളി 2-3 വറ്റൽമുളക് കൂട്ടാം. ഇത് നല്ല എരിവുള്ള വറ്റൽമുളക് തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് പുളി ഇല്ലാഞ്ഞാൽ പറ്റില്ല കേട്ടോ, പുളിയും കൂടി വേണം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് മൂടി വെച്ചാലുണ്ടല്ലോ നമ്മളെ തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വെന്തിട്ടു കേട്ടോ. അപ്പോൾ നമുക്ക് എന്താട്ടാ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതങ്ങോട്ട് നല്ലോണം ഒന്ന് വേകട്ടെ. എന്നിട്ട് നമുക്കൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്താണ്ടല്ലോ എൻ്റെ മക്കളെ, എത്ര ദോശ തിന്നാലും മതിയാവില്ല കേട്ടോ. വെള്ളം നിറയണണ്ടറിയില്ല, അത്രയും രസമാണ് കേട്ടോ ഈ ഒരു ചമ്മന്തിയും കൂട്ടിക്കാണ്ട് തിന്നണത്. അങ്ങനെ അതാക്കണേ, അതങ്ങനെ മൂടി വെച്ച് കൊടുത്തേക്കണം കേട്ടോ. ഇനി നമുക്ക് എന്താ ഉണ്ടാക്കണമെന്നല്ലേ, നമുക്ക് ചട്ടിനി ഉണ്ടാക്കണം. അപ്പോൾ ചട്ടിനിക്ക് ഇതാക്കണം ഞാൻ മുളക് കിട്ടാം. ഒരു 2 മുളകാണ് ഞാൻ ഇട്ടീനി കേട്ടോ. അപ്പോൾ ഇത് മരിക്കത്തെ 2 ഉണ്ട മുളകാണ്. അപ്പോൾ വെച്ച് തോന്നി വെച്ച് എരു കൂടും ഇക്കാരെന്നുള്ളത്. എരു കൂടിക്കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് തിന്നാൻ ഭയങ്കര ഗതികേടല്ലേ ഇക്കാരം. ചിലപ്പോൾ സമ്മന്തി പറ്റായിട്ടാണ് നമ്മൾ ഈ ചട്ടിനി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടിനിയിലും എരി കയറിക്കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒരു എരുവോ പറഞ്ഞാണ്ട് തിന്ന് കജോല എരു തന്നെ ഈ കാരം. അപ്പോൾ പിന്നെ കുറച്ച് കുറവാക്കിയിടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ തേങ്ങ നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് വെള്ളം പോലെയല്ല കേട്ടോ ചട്ടിനി ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ച് ഒരു ചമ്മന്തി മാരിക്കന്നെ കേട്ടോ, നല്ല ചട്ടിനി ചമ്മന്തി. ഇന്ന് വെള്ളം പോലെയല്ല, വെള്ളം പോലെ ആണെങ്കിൽ മറ്റേ അപ്പത്തൊക്കെയാണ് കേട്ടോ. ഇതൊന്ന് സമ്മന്തിയും കൂട്ടി തിന്നാനല്ലേ. അപ്പോൾ ഇന്ന് ചട്ടിനി സമ്മന്തിയും നമ്മളെ തക്കാളി സമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് 2ആണ് കേട്ടോ. എൻ്റെ മക്കളെ ഇത് 2ഉം കൂട്ടിക്കാണ്ട് നിങ്ങൾ അപ്പം തിന്നിക്കണോ? ഈ സമ്മന്തി കൂട്ടിക്കാണ്ട് നിങ്ങൾ തിന്നിക്കണോ? ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കണ്ടേ. പറയുമ്പോൾ തന്നെ എൻ്റെ തൊള്ളിയിലുണ്ടല്ലോ കപ്പലും തോണിയൊക്കെ ഓട്ടാല്ല വെള്ളമുണ്ട് കേട്ടോ. അത്രയും വെള്ളമുണ്ട്, കാരണം അത്രയും രസമാണ് അതിന്. അപ്പം നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കണ്ടേ. ഇനിയിട്ട് ഒരട്ടം ഉണ്ടാക്കി കണ്ട് നിങ്ങളൊന്ന് അപ്പം ഒന്ന് തിന്ന് നോക്കണ്ടേ. അത് ഏതപ്പത്തേക്കാണ് പറ്റുള്ളൂ നിങ്ങൾക്കറിയോ? നമ്മളെ ഈ ഉയർന്നിട്ട് അപ്പത്തേക്കാണ് കുറച്ചും കൂടി രസം തോന്നും കേട്ടോ. ഇനി നമ്മൾ ചീയപ്പത്തേക്ക് രസം ഉണ്ടാവുമോ ഇല്ലേന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പൊടിയാടില്ല കേട്ടോ. നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ അതിന്. അപ്പോൾ അതാ ആ ഉള്ളിയും തക്കാളിയൊക്കെ വാടി വന്നപ്പോൾ ഞാനത് എന്താട്ടിയെന്നറിയോ, വേറൊരു പാത്രത്തേക്കാണ് മാറ്റി കൊടുത്തേക്കണം കേട്ടോ. ഇനി നമുക്ക് ആ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ച് കണ്ട് നമുക്ക് അതിൽ തന്നെ നമുക്ക് ഉണ്ടാക്കട്ടോ നമ്മളെ പിന്നെ ചട്ടിനി സമ്മന്തി. അപ്പോൾ ആ ചട്ടിനെ ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. മോറിയിട്ടൊന്നുമില്ല കേട്ടോ, മോറേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. തക്കാളി ഇത് നമ്മൾ തൂമിച്ചുണ്ടാക്കിയതല്ലേ, അത് നമുക്ക് തൂമിച്ച് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് എന്താട്ടാ ഇതാക്കൊന്നും വേണ്ട, മോറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതാ ഞാൻ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തതാക്കി കടുകൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടി വന്നപ്പോൾ നമുക്ക് എന്താട്ടിന്നറിയാം, ഞാനതൊന്ന് മൂടി വെച്ചിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ കടുക് 4 വൈക്കും ഇങ്ങനെ തെറിച്ചുകൊണ്ട് പോകും കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് ഞാൻ മൂടി വെച്ചു കേട്ടോ. പിന്നെ നമുക്ക് കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടോ. കരിയേപ്പിൻ്റെ ഇല അല്ലാതെ എന്തൊരു ചട്ടിനിയാലേ. അങ്ങനെ അതും ഇട്ട് കൊടുത്ത് കുറച്ച് നമ്മുടെ തേങ്ങ അരച്ച് ഞാൻ പറഞ്ഞു കൊടുത്തേക്കണം കേട്ടോ.
അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ചട്ടിനി സമ്മന്തിയാണ്. അപ്പോൾ അതൊന്നിഞ്ഞ് നമുക്ക് എന്താട്ടണം, ഒരു തുള്ളി വെള്ളം എടുത്തുകൊണ്ട് നമുക്കത് പിന്നെ ചുവറ്റി പാരണം കേട്ടോ. അപ്പം നല്ലോണം വെള്ളം കൂടണ്ട കേട്ടോ, കുറച്ച് ഒരു പൊടിക്ക്, എന്നെങ്കിൽ നല്ല വെള്ളം പോലെ ആകാതൊക്കെ ഉള്ളൂ. അങ്ങനെ അതാ ഞാൻ കജ്ജോണ്ടൊക്കെ ഒന്ന് ചുവറ്റി ഇതാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മൂടിയും കൂടി ഒന്ന് ചുവറ്റി പാർന്നാൽ നമ്മളെ ചട്ടിനി സമ്മന്തി റെഡി ആയിട്ടോ. എന്നിട്ട് പിന്നെ ഒന്നും ഇങ്ങോട്ട് തിളച്ചാൽ മതി കേട്ടോ. നല്ലോണം തിളച്ചാൽ എന്താണെന്നറിയാം, അതിങ്ങോട്ട് പിരിഞ്ഞു പോകും. ഇപ്പം ഇങ്ങനെ ഇളക്കണ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നും നല്ലോണം വെള്ളം എറിയിക്കണോ. വെള്ളം എറിയിട്ടൊന്നുമില്ല കേട്ടോ, കുറച്ച് വെള്ളം തന്നെ ഉള്ളൂ. അപ്പോൾ അത് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു തള വരുമ്പോൾ നമുക്ക് കണ്ട് ഓഫാക്കി വെക്കാം. ഇതുതന്നെയാണ് ഇന്നത്തെ കൂട്ടാനും ഇതൊക്കെ കേട്ടോ. എന്നിട്ട് അങ്ങനെതാ ഞാൻ എന്താട്ടിന്നറിയോ, പിന്നെ ഉപ്പുണ്ടോയെന്നോ നോക്കിയിട്ടോ. ഉപ്പൊക്കെ ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് തന്നെ എരിവും ഉപ്പും ഒക്കെ പാകത്തിന് തന്നെയാണ് കേട്ടോ. അങ്ങനെ ചട്ടിനി തിളച്ചപ്പോൾ മാറ്റി വെച്ചു. നമ്മളെ സമ്മന്തിക്കില്ലത് ഇതാക്കണം ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ടോ. ഇതിങ്ങനെ അടിച്ചപ്പോൾ തന്നെ എന്തോ ഒരു മണമെന്നറിയോ. മണം കൂടി ഈ ഫോണിൽ കൂടെ നിങ്ങൾക്ക് വിടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടി ഞാൻ വിട്ടെന്നീനി, ഇന്നലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ചിലവരൊക്കെ ഉണ്ടാക്കിയോലുണ്ടെങ്കിൽ കമൻ്റ് ആക്കിക്കോളിട്ടോ. ഈ അപ്പം നമ്മളിങ്ങനെ ഈ ചട്ടിനി അല്ല ഈ സമ്മന്തിയും കൂട്ടി തിന്നോലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കിക്കോളണ്ടിട്ടോ. ഇനിയിപ്പോൾ അധികം വെളിച്ചെണ്ണ വരണ്ടൊന്നും ആവശ്യമല്ല കേട്ടോ, കാരണം നമ്മൾ വെളിച്ചെണ്ണയിലാണല്ലോ നമ്മളിത് തൂമിച്ചുണ്ടാക്കിയിരിക്കണത്. അതുകൊണ്ട് എന്തോ ഒരു രസം കാണാൻ രസം മാത്രമൊന്നുമല്ല കേട്ടോ, നല്ല ചാതുണ്ട് കേട്ടോ. എന്താ ഈ കുരുപ്പിൻ്റെ ഒരു ചാത് പറഞ്ഞ മാതിരി നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെല്ലോ ഇതിങ്ങനെ ഉണ്ടാക്കി കണ്ടപ്പോൾ ഇതിനെന്നെ തൊള്ളയിൽ ഇങ്ങനെ വെള്ളം പോണിയുണ്ട്. ഇച്ചൊന്ന് തിന്നാനൊക്കെ പൂതിയുണ്ട്. അപ്പോൾ ഞാനൊന്ന് നാമച്ചൊക്കെ നോക്കിയിരിക്കണം കേട്ടോ രസം ഉണ്ടോയെന്നൊക്കെ. അപ്പോൾ നല്ല രസം തന്നെ കേട്ടോ. അപ്പോൾ തേങ്ങാ പുണ്ണാക്കാണെങ്കിൽ അപ്പം ചുട്ടിട്ടില്ലേ ഇനി. അപ്പോൾ ഏതാ ചമ്മന്തി ഉണ്ടാക്കിയോ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് നാമച്ച് നോക്കിയപ്പോൾ ഉണ്ടല്ലോ നല്ല രസം. ഞാൻ വേഗം പോയി അപ്പം ചൂടാൻ നിന്നിട്ടോ. വേഗം ചുട്ടിക്കാണ്ട് ആ ചൂടോടുക്ക് ആ ചമ്മന്തിയും കൂട്ടി തിന്നുമ്പോൾ എൻ്റെ മക്കളെ അതിൻ്റെ ഒരു രസമോ എന്തോ ഒരു രസമാണോ നിങ്ങൾ നോക്കിയൊക്കെ കണ്ടിട്ടോ. അപ്പോൾ അതാ ഞാൻ ഇങ്ങനെ നല്ലോണം പരത്തണില്ല കേട്ടോ. ഇന്ന് നമുക്ക് ഇങ്ങനെ കുഞ്ഞി അപ്പാക്കി ചൂടാട്ടോ. എന്നും ഉണ്ടല്ലോ നമ്മളിങ്ങനെ നീർത്തി പാണ്ട് പരത്തി ചൂടണം. അപ്പോൾ ഇതാക്കണേ അപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിരിക്കണം കേട്ടോ. നമ്മളെ മാവും തന്നെ സൂപ്പറായി വന്നുകൊണ്ട് തന്നെയാണ് ഇത് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. ഇനി ആ ചമ്മന്തിയും കൂട്ടി ഒരു പുടുത്തം പൊട്ടിച്ചാണ്ടില്ല എൻ്റെ മക്കളെ, ഒന്നും പറയാമല്ലോ കേട്ടോ. അപ്പോൾ അതാ അപ്പൊക്കെ ഓരോന്ന് അങ്ങനെ ചുട്ടെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളെ പാലപ്പം ചുടണ മാതിരിയാണല്ലേ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഓരോ ഓൾസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ ഓൾസ് വന്നെങ്കിലാണ് ഈ അപ്പത്തിന് നന്നായിക്കണേന്നാണ് തോന്നുള്ളൂ നമുക്ക് കേട്ടോ. അങ്ങനെ നമുക്ക് ഇനി വേണമെങ്കിൽ മറിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമല്ല. ഞാൻ ഏതായാലും ഒന്ന് മറിച്ചിട്ട് കൊടുത്തുകൊണ്ട് ഒന്നിങ്ങനെ തലോടി കൊടുത്തിക്കണം കേട്ടോ. ഇനി വേഗാത്തുണ്ടെങ്കിൽ വന്തോട്ടെ വിചാരിച്ചിക്കാണ്ടേ വന്തൊക്കെ ചെയ്തിക്കണം. എന്നാലും ഒരു തീർപ്പതിക്കും വേണ്ടി അങ്ങോട്ട് ഉണ്ടാക്കിയെന്നെ. അങ്ങനെ ഞാൻ എന്താട്ടിന്നറിയാം, ബാക്കിയുള്ള അപ്പവും നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണ പറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ അഥവാ നമ്മളെ ചട്ടിക്കൊരു പിരാന്തുണ്ടെങ്കിലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. ചിലപ്പോൾ റൊട്ടി പിടിച്ചിട്ടൊരു പിരാന്തുണ്ടേ, അതുകൊണ്ട് ഒരു കയ്യിലാണ് പാര എന്നിട്ട് എല്ലാം ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ അതിന് വരും നമുക്ക് ഇങ്ങനെ ഹോൾസ് ഇങ്ങനെ വരും കേട്ടോ. നമ്മളെ ഓട്ടറിൻ്റെ മാതിരിയാണ്. മാവ് വേറെയാണെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള അപ്പം ഇതേമാതിരി തന്നെ നമുക്ക് അങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അപ്പം ചുട്ടെടുത്തപ്പോഴേ ഈ ചമ്മന്തി ഉണ്ടാക്കിയപ്പോഴേ ഒരു പൂതിയുണ്ട് നമുക്ക് തിന്നാൻ എന്നുള്ളത്. ഞാൻ ഏതായാലും ഒരപ്പവും കുറച്ച് ചമ്മന്തി എടുത്ത് തിന്ന് നോക്കണുണ്ട് കേട്ടോ. അതിൻ്റെ മക്കളയച്ച് പിന്നെ പറയാനുള്ളത് എന്തോ രസമാണെന്നറിയോ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൂടി ഇപ്പോൾ എന്തായിന്നറിയോ, ഒരട്ടം കൂടി ഉണ്ടാക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി ഒന്നും കൂടി ഉണ്ടാക്കണം. ഈ വീഡിയോ പറഞ്ഞ് കഴിഞ്ഞിട്ട് വേണം കുറച്ച് അരി ഉയർന്ന് വെള്ളത്തിലിട്ടേക്കാൻ. കണ്ട നല്ല അടിപൊളി സൂപ്പറാണ്. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് ഇങ്ങനെ ചൂടോടുക്ക് അങ്ങനെ തിന്നണം. അത് വല്ലാത്തൊരു രസം തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ചമ്മന്തിയൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ച് ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായയും പിന്നെ ഈ അപ്പവും കൂട്ടി തിന്നിട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിലാണ് മക്കൾ മദ്രസ ഇട്ട് വന്നത് കേട്ടോ. മിന്നുട്ടി സനുവും വന്ന്. അപ്പം സനു പറഞ്ഞു ഇച്ചി അപ്പം വേണ്ട, ഇച്ചി വലിയ അപ്പം മതി, നെഞ്ചൊക്കെ പാർന്നിട്ട് കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞു ചങ്ങായി നല്ല രസമുണ്ട് കാരണം. ഏതായാലും അങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കണ്ടേ, ഇങ്ങോട്ട് പറഞ്ഞാൽ അവിടെ നമ്മളാണ് കേൾക്കുക എന്നല്ലാതെ. ഏതായാലും ഞാൻ കുറച്ച് നെയ്യും പാർന്ന് നല്ല അപ്പം വട്ടത്തിലാക്കി കൊടുത്തിട്ട് തിരിച്ചും മറിച്ചൊന്ന് വേവിച്ചെടുത്തിട്ടോ. സനൂന് ഉണ്ടാക്കി കൊടുത്തപ്പോൾ നമ്മളെ മിന്നുട്ടി എന്ന് കണ്ട് പറഞ്ഞു ഇച്ചും വേണം ഇങ്ങനത്തെ നെയ്യ് റോസ്റ്റ് എന്നാ പോര് പറഞ്ഞതിന് കേട്ടോ.
ഇതിപ്പോൾ നെയ്യ് ഒഴിച്ചിട്ടുള്ള ഒരു അപ്പം എന്നാണ് അപ്പം ഞാൻ ഇതിനെ പറഞ്ഞേക്കുന്നത്. അങ്ങനെ അതാ ഈ അപ്പത്തിനൊക്കെ നല്ല മൊരിഞ്ഞ് കിട്ടണം, അപ്പോഴേ ഒരു രസം ഉണ്ടാവുള്ളൂ. ഇതിന് വലിയൊരു മൊരിച്ചിലൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഏതായാലും ഞാൻ സന്നുട്ടന് എന്നോട് പറഞ്ഞ് ഒരു പാത്രം എടുത്തിട്ട് വാവ് പറഞ്ഞു. അങ്ങനെ അതാ സന്നുട്ടൻ കുറച്ച് സമ്മന്തിയും പിന്നെ പാത്രം എടുത്ത് നെയ്ക്ക് ഒരു അപ്പം ഇട്ട് കൊടുത്ത് അതും കൂട്ടി തിന്നപ്പം ഇഞ്ച കുട്ടി പറയും അമ്മച്ചി അപ്പം തികയില്ല കേട്ടോ. ഇഞ്ച മക്കളൊക്കെ 2-3 അപ്പം തിന്നു കേട്ടോ. പറ്റാത്തോലാണ് ഇങ്ങനെ തിന്നത് കേട്ടോ. നിങ്ങൾ നമ്മളെ മുറ്റൊക്കെ മണ്ണൊക്കെ ഇട്ടിട്ട് നല്ല ഉഷാറാക്കിയിരിക്കണം കേട്ടോ. അപ്പം നമ്മളെ നെയ്ച്ചോറ്റിൻ്റെ ഓലയും പിന്നെ അവിടെ പിന്നെ ഒരു മുളകും തജ്ജും ഉണ്ടേനി കേട്ടോ. മണ്ണിട്ടപ്പം ഒക്കെ പറഞ്ഞു പോന്നീനി. അപ്പം അതൊക്കെ ഞാൻ പറിച്ച് കാണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണം കേട്ടോ. അത് കളയാൻ തോന്നുന്നില്ല, പോയി കഴിഞ്ഞാൽ പോയത് തന്നെയാണ്. പിന്നെ ഒന്ന് ഉണ്ടായി കിട്ടണമെങ്കിൽ ഒരു പണി എത്രയാണെന്നറിയാം. ഞാൻ ഈ നെയ്ച്ചോറ്റിൻ്റെ ഓലയൊക്കെ അങ്ങോട്ട് ഉണ്ടായി കിട്ടണമെങ്കിൽ തന്നെ അബേ എന്തോരം ഇറങ്ങിയിറക്കണമെന്നറിയാം. ഉണ്ടായി കിട്ടിയപ്പോൾ അങ്ങനെ അങ്ങോട്ട് പുളന്തനായിട്ടാണ് വളർന്നു. എന്നാലും ഇവിടെ അയൽവക്കത്തിൽ ഓല് മുഴുവനൂനും അവിടെ തന്നെ കൊണ്ടുപോകുക കേട്ടോ. ഈ നെയ്ച്ചോറ്റിൻ്റെ ഓലയും ഇവിടെ നിന്നാണ് കൊണ്ടുപോകുക. എന്നിട്ട് ഇത് പോയപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞത് വല്ലാത്തൊരു കോള്. ആ ഒരു നെയ്ച്ചോറ്റിൻ്റെ ഓല മാത്രം മതി, നെയ്ച്ചോറൊക്കെ വെക്കുകയാണെങ്കിലും ബിരിയാണിയൊക്കെ വെക്കുകയാണെങ്കിൽ ആ ഒരൊറ്റ ഓല ഇട്ടാൽ മതി, അതിൻ്റെ ഒരു പ്രത്യേക ഒരു മണമാണ് അതിന് അറിയിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും ഞാൻ പറിച്ചുകൊണ്ട് ഇപ്പത്ത് കൊടുന്ന് കുത്തിക്കണ്, ഉണ്ടായി കിട്ടിയാൽ കഴിച്ചിലായി മക്കളെ എന്നിട്ടോ. ഈ നെയ്ച്ചോറ്റിൻ്റെ ഓല ഇട്ട് വെച്ചാൽ തന്നെ ഒരു പ്രത്യേക ഒരു മണവും പ്രത്യേക ഒരു രസമാണ് കേട്ടോ നമ്മളെ ചോറ്റിന്. അത് ബിരിയാണി ആയാലും നെയ്ച്ചോറായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മിറ്റടിച്ചോലൊക്കെ കഴിഞ്ഞ് നമ്മൾ പാത്രം മോറാൻ വേണ്ടി വന്നിക്കണം കേട്ടോ. നമ്മളെ മുടിയും തലയും ഒക്കെ ഇങ്ങോട്ട് ചൊകിനും ചെലുക്കിനും കെട്ടിയിട്ടാണ് നമുക്ക് പാത്രം മോറിയാലൊരു സമാധാനമുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒരു ഗതികേടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ആ തട്ടം നന്നാക്കാനേ ചൊയ്വുണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എന്താട്ടി ആ തട്ടം നല്ലോണം ഒന്ന് ചുരുട്ടി കൂട്ടി തലക്കട കെട്ടി വെച്ചേക്കണം കേട്ടോ. ഇനി അത് എത്ര ആക്കിയാലും ചാടൂല. അപ്പോൾ അത് ഞാൻ അങ്ങനെ വെച്ചു. ഞാൻ പാത്രമൊക്കെ മോറി അങ്ങനെ ചോറ്റിനില്ല അരിയൊക്കെ ഇട്ടീന് കേട്ടോ. കുക്കറിലാട്ടോ ഇട്ടീനിയത്. അപ്പോൾ അത് വെന്തിക്കണം കേട്ടോ. റേഷൻ പീടിയത്തെ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേഗം കേട്ടോ, കുറേ നേരം വെക്കൊന്നും വേണ്ട. പിന്നെ ഇന്നലത്തെ കുറച്ച് പരിപ്പും കുമ്പളങ്ങിയും ചാറും ഉണ്ടായിനി. പിന്നെ ഇപ്പം എന്തേനി ഇന്നലെ ഒക്കെ ഇന്നലെ തന്നെയാണ് കേട്ടോ. കുറച്ച് ബാക്കി ഉണ്ടായിനി. അപ്പോൾ പിന്നെ അത് ഞാൻ വേഗം ഫ്രിഡ്ജിൽ വെച്ചിക്കേനി കേടരണ്ടായിരുന്നീകാണ്ടേ. എന്നാൽ പിന്നെ നമുക്ക് പിറ്റേന്ന് കൊടുക്കാമല്ലോ. ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചിക്കണം കേട്ടോ, നമുക്ക് തലേന്ന് ഉണ്ടാക്കിയതല്ലേ. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കയ്പ്പങ്ങൻ്റെ ഉപ്പേരി ഉണ്ടായിനി, അതും പിന്നെ 3-4 മീനും. ഞാനും നമ്മളെ പുതിയാപ്പിള കാക്കിയും മാത്രമല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് തന്നെ ധാരാളം. പിന്നെ കുറച്ച് അവിയലുണ്ടായിനി, പിന്നെ അതും പിന്നെ ചോറ് ഞങ്ങൾ ഒട്ടപ്പാത്രത്തിൽ കൂച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതും അങ്ങനെ വെച്ചു. ഇനി നമുക്ക് കൂട്ടാനൊക്കെ ഇനി വൈകുന്നേരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ അങ്ങനെ ചോറ് ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താട്ടണം, പിന്നെ അടുപ്പും വീതനയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് സെറ്റായി. ഇനി നമുക്ക് തിരുമ്പാനും കുളിച്ചാനും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഈ കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചാൽ എന്താണെന്ന് നമുക്ക് ഇന്ന് കുറച്ച് പണിക്കൊരാക്കം കിട്ടിയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നേരം വെളുക്കുമ്പോൾ ചോറും കൂട്ടാനും ഉണ്ടാക്കിക്കണം. പിന്നെ ഇപ്പം എന്താണെന്നറിയോ, ഇപ്പോൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ വൈകുന്നേരം 2-ാം പണി അതങ്ങനെയുണ്ട്. അതിലാണ് നമ്മളെ കുട്ടി നമ്മളെ മുന്നോട്ട് ഇതാക്കണേ. ഈ ചാമ്പക്ക പിന്നെ സുർക്കിലിടാൻ വേണ്ടി കൊടുത്തു. അപ്പം ഞാൻ കരുതി അച്ചാറിട്ട് നോക്കി എങ്ങനെ ഉണ്ടാവുന്നില്ല കേട്ടോ. അപ്പോൾ അച്ചാറും പൊടിയൊന്നും ഇല്ലേനി. അപ്പോൾ ഞാൻ എന്താട്ടിന്ന് അറിയാം, പൊട്ടത്തിയാളെ മാതിരി കുറച്ച് സാമ്പാർ പൊടിയാണ് ഇട്ട് നോക്കി എങ്ങനെ ഉണ്ട് എന്ന് അറിയാമല്ലോ എഴുതിയിട്ട്. ഇങ്ങനെ ഒരു പൊട്ടത്തിന് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുക്കണം. പക്ഷേ എനിക്ക് സാമ്പാർ പൊടി ഇട്ടാലും എന്താണെന്നറിയാം, അച്ചാർ നല്ല രസം ഉണ്ടായിനി കേട്ടോ. അപ്പം ഇജ്ജുണ്ടാക്കി അച്ചാറല്ല അപ്പോൾ ജാനയല്ലേ പറഞ്ഞോളൂ അല്ലേ, അതും നല്ല രസം ഉണ്ടായിനി. സാമ്പാറിൻ്റെ ഒരു ചുവ ഉണ്ടായിനി എന്നുള്ള, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വരണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുകണമെന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ കൂടിയാടില്ല. അപ്പോൾ നിർത്തട്ടെ കേട്ടോ വീഡിയോ.